നമ്മൾ കണ്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നമ്മൾ കണ്ടില്ല. പക്ഷെ സ്നേഹം നിലനിർത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രയോജനമുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത്, ആരെയാണോ ബഹുമാനിച്ചത്, ആ സ്നേഹിക്കപ്പെട്ടവരെ കൂടെ സ്നേഹിച്ചവൻ നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്നാണ് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ മർമ്മമാണ്, ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, ആരാധനയുടെ സമ്പൂർണതയാണ്, തൗഹീദിന്റെ ഈമാനിന്റെ സമ്പൂർണതയാണ്. ഈ മഹബത്ത് കൊണ്ട് ലോകത്ത് മുഴുവനും, സ്നേഹം കൊണ്ട് ലോകത്ത് മുഴുവനും കീഴടക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് മഹബത്തിന്റെ പ്രസക്തിയും അതിന്റെ സവിശേഷതയും പഠിപ്പിച്ചു തന്ന നേതാവാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കേണ്ട ക്രമത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഒരു മനുഷ്യനെ സാധാരണ സ്നേഹിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്നത് 3 പ്രധാന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളെ സ്നേഹിക്കുക എന്നാണ്. പല കാരണങ്ങളുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട 3 മാനദണ്ഡങ്ങൾ, അതിൽ ഒന്നാണ് സൗന്ദര്യം എന്നത്. ചില ആളുകൾ വേറൊന്നും നോക്കിയല്ല, ഒരു മനുഷ്യന് മറ്റൊരാളോട്, ഒരു പുരുഷന് ഒരു സ്ത്രീയോട്, തിരിച്ചു ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അവിടെ ഹൃദയാന്തരങ്ങളിൽ നിലനിൽക്കുന്ന പ്രിയം, മഹബത്ത്, അത് സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രമാകുന്നു. ചിലതങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൊണ്ട് ആളുകളെ സ്നേഹിക്കപ്പെടാറുണ്ട്. ഒരു മനുഷ്യന്റെ ഉപകാര പ്രവർത്തനങ്ങളെ നോക്കിയിട്ട്, അദ്ദേഹത്തിന്റെ ഉപകാരങ്ങളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ, അദ്ദേഹത്തിന്റെ സഹായങ്ങൾ, അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് കണ്ടിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കാറുണ്ട്. എങ്കിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒരു വ്യക്തിയെ സ്നേഹിക്കപ്പെടുന്നതിന്റെ പ്രധാന അടിസ്ഥാന മാനദണ്ഡങ്ങളായി മഹാന്മാര് പഠിപ്പിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളെയും നമ്മൾ കെട്ടഴിച്ച് അനാവരണം ചെയ്താൽ ഇത് 3മല്ല, ലോകത്ത് മുഴുവൻ കാര്യങ്ങളും, സ്നേഹിക്കപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും സമ്മേളിച്ച വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൗന്ദര്യ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദീവാനിൽ രേഖപ്പെടുത്തിയത് കാണാം. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി وأحسن منك لم تلد النساء. ഹബീബായ തങ്ങളെപ്പറ്റി പറയുന്നു, നബിയേ, തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒന്നിനെയും ഈ ഭൂമിയിൽ ജീവിച്ച ഹസ്സാനിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. وأجمل وأحسن منك لم تلد النساء. ഒരു പെണ്ണും അങ്ങയെപ്പോലെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഹുസ്നുള്ള ഒരാളെയും പ്രസവിച്ചിട്ടില്ല നബിയേ. മുനസ്സഹുൽ അൻസരി കിഫി മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യവും സൽസ്വഭാവിയും ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, ജനങ്ങളിൽ ഏറ്റവും സൗന്ദര്യവും സൽസ്വഭാവവും രണ്ടും കൂടി ഒരുമിച്ച് കൂടൽ വളരെ പരിമിതമാണ്. ചില ആളുകൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ സൽസ്വഭാവം ഉണ്ടാവൂല, സൽസ്വഭാവം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവൂല. ഇത് രണ്ടും കൂടി സമ്മിശ്രമായിരുന്നു, ഇത് രണ്ടും കൂടി സമന്വയിച്ചിരുന്നു മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിൽ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിജ്ഞാനം കൊണ്ടാണോ? ഭൂഗോള ശാസ്ത്രജ്ഞനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത് സമാവാതി വൽ അർദ്, നമ്രൂദുമായിട്ട് വെല്ലുവിളി നടത്തി. സൂര്യന്റെ കാര്യത്തിലാണ് വെല്ലുവിളി നടത്തിയത്. അങ്ങനെ ലോകത്തിന്റെ ചലനങ്ങൾ, ആകാശലോകത്ത് അദൃശ്യമായി നിൽക്കുന്ന അതീവ രഹസ്യങ്ങളെപ്പറ്റി അള്ളാഹു പഠനം കൊടുത്ത അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം,
ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഴുവൻ പ്രവാചകന്മാരുടെയും മുകളിലാണ് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അപ്പോൾ വിജ്ഞാനം കൊണ്ടാണ് സ്നേഹിക്കേണ്ടത് എങ്കിൽ, വിജ്ഞാനത്തിന്റെ പേരിലാണ് സ്നേഹിക്കപ്പെടേണ്ടതെങ്കിൽ അത് തികച്ചും ഉണ്ടായിരുന്നത്, സമ്മേളിച്ചിരുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. ഇനി ഉപകാരം അത് പറയണം. ഉപകാരം, ലോകത്ത് ചെയ്ത ഉപകാരം, മഹ്ശറിന് പോലും ഉപകാരം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന അവ്വലു ശാഫിഇൻ വ മുശഫഇൻ. ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ്, എന്റേതാണ്. ഖിയാമത്ത് നാളിൽ ലോകത്തിന് മുഴുവനും മഹ്ശറിൽ വിചാരണ നടക്കാതെ ഒരു പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ മുഴുവൻ പ്രവാചകന്മാരും അവരനുയായികളും പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി അള്ളാഹുവിനോട് ശഫാഅത്തിന് വേണ്ടി മുന്നോട്ട് ചെല്ലുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളാണ്. ലോകത്തിന് മുഴുവനും ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി, സർവ്വജനങ്ങൾക്കും ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വരുന്നു. ഇങ്ങനെ ഈ ലോകത്തെ സംഭവങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാരുണ്യങ്ങളെ പറ്റി പറയാനും കഴിയില്ലല്ലോ. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പുള്ള കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. ഹിറാ ഗുഹയിൽ ജീവിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങൾക്ക് വഹയി കൊടുക്കുന്നു, സന്ദേശം കൊടുക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വചനം ആദ്യമായി നബി തങ്ങൾക്ക് അവതരിക്കുന്നു. ആ ആയത്തുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രഥമമായി കണ്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് വിറയലും റസൂലുള്ളാഹി തങ്ങൾക്ക് പനിയും വരുന്നു. ഓടി വരുന്നു, ഖദീജയുടെ വീട്ടിലേക്ക് വരുന്നു. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, പുറപ്പെട്ടു മൂടൂ ഖദീജ. ഖദീജ ബിവി ചോദിക്കുന്നു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? പേടി വരുന്നു ഖദീജ, പനി വരുന്നു ഖദീജ. ആ സന്ദർഭത്തിൽ ഖദീജ ബീവി നടത്തിയ ഒരു വാക്കുണ്ട്, വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ, വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയെ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കില്ല, അല്ലാഹു നിങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു നിങ്ങൾ കഷ്ടപ്പെടുത്താത്തത്? ഇന്നക ലതസിലുർ റഹിമ, കുടുംബബന്ധം ചേർത്തുന്നവരാണ് തങ്ങൾ, കുടുംബബന്ധം ചേർത്തുന്നവരാണ് തങ്ങൾ. കുടുംബബന്ധം ചേർത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചു കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉമ്മ ഉപ്പമാർക്ക് ഖിദ്മത്ത് ചെയ്താൽ ദീർഘായുസ് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ കുടുംബ ബന്ധം നിലനിർത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട നബുവത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നത്. മാത്രമാണോ നബിയെ വതഹ്മിലുൽ കല്ലാ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് തങ്ങള്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് നബിയെ തങ്ങള്. മാത്രമല്ല വതക്സിബുൽ മഅദൂമാ, അനാഥകൾക്ക്, ഒന്നുമില്ലാത്ത മുഴുവനും നഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവരാണ്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരാണ്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നവരാണ് നബിയേ തങ്ങള്. അധ്വാനിക്കുന്ന തൊഴിലാളിയെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കൈ കൊടുത്തു, സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തൊഴിലാളിയുടെ കൈ പിടിച്ചു. റസൂലുള്ള കൈ ഏർപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടാണ് കൈ ഏർപ്പെടുത്താത്തത്? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, 10 കൊല്ലം മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചവനാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ മിനുസം അത് പട്ടുപോലെയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാസന അത് ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധദ്രവ്യമാണ്, ഏറ്റവും വലിയ സുഗന്ധമാണ്. ഇങ്ങനെ ശരീരം അല്ലാഹു പ്രത്യേകമാക്കിയ
സൗന്ദര്യം കൊടുത്ത, മിനുസം കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട് അധ്വാനിക്കുന്നവന്റെ കരങ്ങൾ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് കൈവിടുന്നില്ല. എന്താണ് കൈവിടാത്തത്? അദ്ദേഹത്തിന്റെ ഇരുകരങ്ങളിലും അധ്വാനിച്ചതിന്റെ ഫലം കൊണ്ട് തയമ്പ് കെട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവനെ ഇതുപോലെ സ്നേഹിച്ച ഒരു നേതാവ് ലോകത്തിന്റെ ചരിത്രത്തിൽ പറയാനും പരിചയപ്പെടുത്താനും നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കയ്യിലെ തയമ്പിങ്ങനെ തടവുകയാണ്. കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിത്യവും അധ്വാനിക്കുന്ന സഹോദരന്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തയമ്പ്, ആ തയമ്പ് കെട്ടിയ കരങ്ങൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ മുഖത്തേക്ക് കൊണ്ടുപോയി തന്റെ ചുണ്ടുകൊണ്ട് ചുംബിക്കുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ പാവപ്പെട്ടവനെ സ്നേഹിച്ചവർ, ഇല്ലാത്തവർക്ക് അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തവർ, അതിന് പ്രോത്സാഹനം കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളോട് ബഹുമാനപ്പെട്ട ബീവി ഖദീജ പറഞ്ഞു, നബിയെ നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾ വിചാരിക്കണ്ട. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അധികമായി സ്നേഹിക്കേണ്ടതുണ്ട്. എങ്ങനെ സ്നേഹിക്കണം? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബിയെ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ നഫ്സി, ഞാൻ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്റെ ശരീരം മാറ്റിവെച്ചാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഈമാൻ ശരിയാവൂല. നിന്റെ ഈമാൻ സമ്പൂർണമായി നിലനിൽക്കണമെങ്കിൽ ഉമറുൽ ഫാറൂഖെ നിന്റെ സ്വന്തം ശരീരത്തെക്കാളും ഹബീബായ റസൂലുള്ളാഹി തങ്ങളാകുന്ന എന്നെ നീ സ്നേഹിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഉമറുൽ ഫാറൂഖ് അത് പ്രഖ്യാപിക്കുകയാണ്, വന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. എന്റെ ശരീരത്തെക്കാൾ അധികം ഞാൻ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്റെ ഭാര്യയെക്കാൾ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങളെയാണ്. എന്റെ കുടുംബങ്ങളെക്കാൾ സ്നേഹിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നബിയേ ശ്രദ്ധിക്കണം, നമ്മൾ പറയുക, നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങള് കുടുംബങ്ങള് നിങ്ങളുടെ കച്ചവടങ്ങള് നിങ്ങൾ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി പണിതിരിക്കുന്ന സൗധങ്ങൾ ആ കൊട്ടാരങ്ങളും വീടുകളും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും സാധനങ്ങളുമാണോ ഹബീബായ നബിയെക്കാളും അല്ലാഹുവിനെക്കാളും ഉപരി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിക്കുക, അല്ലാഹുവിന്റെ അദാബിനെ പ്രതീക്ഷിക്കുക, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരിക്കുക.